ശക്തമായ പൊടിക്കാറ്റിനെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ച മുംബൈ വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം പുനരാരംഭിച്ചു. ഞാൻ അല്പം മുമ്പ് പറഞ്ഞതാണ്. 15 സർവീസുകൾ ഇപ്പോൾ വഴിതിരിച്ചു വിട്ടുവെന്ന് ഞങ്ങളുടെ മുംബൈ പ്രതിനിധി അറിയിക്കുന്നു. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്നും തത്സമയം ചേരുന്നു. ശ്രീനാഥ് ചന്ദ്രൻ, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഫ്രം ദ എയർപോർട്ട്. ഇപ്പോൾ വിമാനത്താവളത്തിന്റെ സർവീസ് ഏതാണ്ട് 2 മണിക്കൂറോളം നിർത്തിവെച്ചത് ഇപ്പോൾ പുനരാരംഭിക്കുകയാണ്. വിമാനങ്ങൾ ടേക്ക് ഓഫ് ചെയ്യുന്നതിനും ലാൻഡിംഗ് ചെയ്യുന്നതിനും ഇപ്പോൾ പ്രശ്നമില്ല. കാഴ്ചാ പരിധി കുറഞ്ഞതിനെ തുടർന്നായിരുന്നു നിർത്തിവെച്ചത്. ഇതുമൂലം 15 സർവീസുകൾ വഴിതിരിച്ചു വിടേണ്ടി വന്നു എന്നാണ് വിമാനത്താവള അതോറിറ്റി നൽകുന്ന വിവരം. അതോടൊപ്പം തന്നെ പലയിടത്തും വ്യാപകമായി നഗരത്തിൽ പലയിടത്തും മരങ്ങൾ കടപുഴകി വീണും വലിയ കൂറ്റൻ പരസ്യ ബോർഡുകൾ വീണുമൊക്കെ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓരോയിടത്തെയും റിപ്പോർട്ടുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഘാട്ട്കോപ്പറിൽ കൂറ്റൻ ബോർഡ് വീണ് നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. വഡാലയിലും ഒരു നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിലെ വലിയൊരു ഇരുമ്പ് സ്ട്രക്ചർ 10ഓളം വാഹനങ്ങൾക്ക് മുകളിലേക്ക് വീണു. അതിലൊരു വാഹനത്തിൽ കുടുങ്ങിയ ആളെ രക്ഷപ്പെടുത്തി പരിക്കുകളോടെ എന്നതാണ് അറിയാവുന്നത്. ഇയാളുടെ നില ഗുരുതരമാണ്. ട്രെയിൻ ഗതാഗതത്തെയും മുംബൈയിൽ ഇന്നത്തെ ഈ കനത്ത മഴയും പൊടിക്കാറ്റും കാര്യമായി ബാധിച്ചിരുന്നു. ലോക്കൽ ട്രെയിനുകൾ, സബർബൻ സർവീസുകൾ ഇപ്പോൾ വൈകി ഓടുകയാണ്. ഓക്കെ, താങ്ക് യു ശ്രീനാഥ് ചന്ദ്രൻ. മുംബൈയിൽ നിന്നാണ് ശ്രീനാഥ് ചന്ദ്രൻ നമുക്കൊപ്പം തത്സമയം ചേർന്നത്.